13 വർഷം. ഇറ്റ്സ് ഓവർ എ ഡെക്കേഡ് ആക്ച്വലി. iPhone 3G മുതൽ യൂസ് ചെയ്യുന്നതാണ് ഞാൻ. ഇത്ര നാളത്തെ യൂസേജിൽ നിരവധി പ്രോബ്ലംസ്, ചാലഞ്ചസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഈ ചാലഞ്ചുകളെ ഓവർകം ചെയ്തതാണ് എനിക്കുള്ള എക്സ്പീരിയൻസ്. ആ ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് ഈ ചാനൽ തുടങ്ങാനുള്ള പ്രചോദനം എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോസിന് താഴെ വരുന്ന കമൻറ്റുകൾ വായിക്കുക, അതോടൊപ്പം ഇൻസ്റ്റഗ്രാമിൽ സംശയങ്ങൾ ചോദിച്ചയക്കുന്ന മെസ്സേജുകൾക്ക് മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ റിപ്ലൈ കൊടുക്കുക. അതാണ് ആക്ച്വലി എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. നമ്മൾ ആപ്പിൾ യൂസേഴ്സ് കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന 15ഓളം പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇഷ്യൂസ്, അതിനുള്ള കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസുമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് 100% ഉറപ്പാണ്, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ ഫോൺ നമ്മുടെ വാഹനത്തിലെ സ്റ്റീരിയോയിലോ അല്ലെങ്കിൽ കാർപ്ലേയിലോ കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെസ്സേജ് വന്നു, അതിന് ഒരു വോയിസ് റിപ്ലൈ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫോൺ സെലക്ട് ചെയ്യുന്ന മൈക്രോഫോൺ എന്ന് പറയുന്നത് കാറിൻ്റെ സ്റ്റീരിയോ മൈക്രോഫോൺ ആയിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് യൂസേജ് ഒന്നുമില്ല, നമ്മൾ അയക്കുന്ന വോയിസ് മെസ്സേജ് അവർക്ക് കേൾക്കാൻ സാധിക്കില്ല. സോ ഇങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞ് ആപ്പിൾ iOS 26 അത് പരിഹരിച്ചിട്ടുണ്ട്. അത് പെർമനൻ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക, അതിൽ സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സ് എന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്തിട്ട് ഈവൻ ദോ നിങ്ങളുടെ കാറിലെ സ്റ്റേരിയോ ആയിട്ട് നിങ്ങളുടെ ഫോൺ കണക്റ്റഡ് ആണെങ്കിലും ഇതിൽ ഇൻപുട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഐഫോൺ മൈക്രോഫോൺ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വോയിസ് റിപ്ലൈ പിന്നീട് നമുക്ക് ഐഫോണിൻ്റെ മൈക്രോഫോൺ ആയിരിക്കും സെലക്ട് ആകുന്നത്, സ്റ്റീരിയോ മൈക്രോഫോൺ അല്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് വോയിസ് റിപ്ലൈ അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ iOS 26 ആണ് റൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കോള് വിളിക്കുന്ന സമയത്ത്, വരുമ്പോഴല്ല കോള് വിളിക്കുന്ന ടൈമിൽ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ആൾ അത് അറ്റൻഡ് ചെയ്യുന്ന സമയത്തും കോള് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോള് കട്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് ചെറിയൊരു വൈബ്രേഷൻ കേൾക്കാൻ സാധിക്കും. അത് ചില യൂസേഴ്സിന് അനോയിങ് ആയിട്ട് തോന്നുന്നുണ്ട്, എന്നാൽ ചില യൂസേഴ്സിന് അത് യൂസ്ഫുൾ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്കത് യൂസ്ഫുൾ ആണ്. കാരണം കോൾ എടുത്ത് കഴിയുമ്പോൾ ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്കിൻ്റെ സഹായത്തോടെ സ്പീക്കർ ഇടാതെ തന്നെ നമുക്ക് മനസ്സിലാവും ആൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത്. സോ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക, ഇതിൽ ഫോൺ എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ഹാപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ആപ്പിൾ പുതുതായിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ്. ഇത് കറൻറ്റ്ലി ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇത് ബീറ്റ വെർഷനിലാണ് അവൈലബിൾ. iOS 26.1 അപ്ഡേറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ലഭിക്കുന്നതായിരിക്കും. ഇൻ അഡ്വാൻസ് ഞാൻ പറയുന്നു എന്നതേ ഉള്ളൂ. സോ ഇത് അങ്ങ് ഡിസേബിൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഡിസേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ മൾട്ടിപ്പിൾ ആപ്പിൾ ഡിവൈസുകൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആകാം, നിങ്ങളുടെ മെയിൻ ഫോണിൽ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്കൻഡറി ഫോണിലും ഐപാഡ് ഉണ്ടെങ്കിൽ അതിലും മാക്കിലും എല്ലാം ലഭിക്കും. സോ അതെങ്ങനെ ഒഴിവാക്കാം? അതിനാണ് കോൾസ് എന്ന് പറയുന്നത്. അതായത് ഫോൺ സെറ്റിംഗ്സിൽ തന്നെ കോൾസ് എന്ന് പറയുന്ന ടാബിന് തൊട്ട് താഴെ കോൾ ഓൺ അതർ ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ഫോണുകളുണ്ടോ അതെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഇന്ന സെലക്റ്റീവ് ആയിട്ടുള്ള ഡിവൈസുകളുണ്ടെങ്കിൽ അതിന് ഈ ഒരു ഓപ്ഷൻസ് അങ്ങ് ഡിസേബിൾ ചെയ്താൽ മാത്രം മതി. ഇനി അതല്ല, നിങ്ങൾക്ക് മെയിൻ ഫോണിൽ വരുന്ന കോൾ ഒരു ഡിവൈസിലും ലഭിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൻ ഫോണിൽ വരുന്ന കോളുകളൊന്നും മറ്റൊരു ഡിവൈസിലും ഷോ അപ്പ് ആകത്തില്ല. iOS 26 ഭാഗമായിട്ട് നമുക്ക് ഫോൺ ആപ്പിൽ ലഭിച്ച ഒരു വിഷ്വൽ അപ്ഗ്രേഡ് ആണ് യൂണിഫൈഡ് വ്യൂ. അതായത് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന റീസെൻറ്റ് ടാബും ഫേവറേറ്റ് ടാബും ഒരുമിച്ചായതാണ് ഈ ഒരു യൂണിഫൈഡ് വ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ ക്ലാസിക് വ്യൂയിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ സ്വിച്ച് ചെയ്യാം. അതല്ല യൂണിഫൈഡ് വ്യൂ ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഇതിൽ മിക്കവരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം ആയിരിക്കാം, ഈ റീസെൻറ്റ് ടാബിൽ ആ പേര് എഴുതിയേക്കുന്നിടത്ത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോൺടാക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്, ഒരിക്കലും കോൾ അല്ലായിരിക്കും ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ ചില ആളുകളെങ്കിലും പ്രിഫർ ചെയ്യുന്നൊരു കാര്യമാണ് ആ പേരിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ പോകണം എന്നുള്ളത്. സോ അത് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ സോൾവ് ചെയ്യാനുള്ള ഈസി മാർഗ്ഗമാണ് സെറ്റിംഗ്സിൽ പോവുക. വീണ്ടും ഫോൺ ആപ്പിൻ്റെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പം നിങ്ങൾക്ക് ഹാപ്റ്റിക്കിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണാം ടാപ്പ് റീസൺ ടു കോൾ എന്ന് പറയുന്നത്. അതങ്ങ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കോൾ ബട്ടൻ്റെ ഓപ്ഷൻ മാറും. കോൾ സ്ട്രൈറ്റ് അവേ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ പേരിൽ അങ്ങ് ടാപ്പ് ചെയ്താൽ ഡയറക്റ്റ് കോൾ പോകുന്നതായിരിക്കും. പിന്നീട് ഫോണിൻ്റെ നെറ്റ്വർക്ക് സ്വിച്ചിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരും. നമുക്കറിയാം 5G അല്ലെങ്കിൽ 4Gയിലേക്ക് നമുക്ക് ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യം സെറ്റിംഗ്സിൽ പോവുക, അതിൽ നമ്മളുടെ സെല്ലുലാർ ഓപ്ഷനകത്ത് പോയി അവിടുന്ന് നമ്മൾ വോയിസ് ആൻഡ് ഡേറ്റ ഓപ്ഷനകത്ത് പോയിട്ട് വേണം നമ്മൾ 5G അല്ലെങ്കിൽ LTE സ്വിച്ച് ചെയ്യാൻ. എന്നാൽ ഈ ഒരു സ്വിച്ചിങ് നിങ്ങളുടെ ഫോണിൻ്റെ കൺട്രോൾ സെൻറ്ററിൽ നിന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈസി ആയിട്ട് കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഷോർട്ട് കട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ കൺട്രോൾ സെൻറ്റർ ഓപ്പൺ ചെയ്യുക, പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു പേജിലേക്ക് പോയിട്ട് ഇവിടെ ആഡ് കൺട്രോൾ ഓപ്ഷനിൽ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഷോർട്ട് കട്ട് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഓപ്പൺ ആപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും, റൺ ഷോർട്ട് കട്ട് വരും. റൺ ഷോർട്ട് കട്ട് സെലക്ട് ചെയ്യുക. ഇവിടെ ചോസിൽ ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഷോർട്ട് കട്ട്, ചെറിയൊരു ബഗ് കാണാം, ഓവർലാപ്പ് ചെയ്തേക്കുവാണ്. സോ ഇവിടെ
5G എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. 5G ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞ ഷോർട്ട് കട്ടാണ്. ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷോർട്ട് കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഈ ഒരു 5G എന്ന് പറഞ്ഞ ഷോർട്ട് കട്ട് കണ്ടുപിടിക്കുക. ഈ 3 ഡോട്ടിൽ അങ്ങ് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ആദ്യം നിങ്ങൾ സെല്ലുലാർ പ്ലാനിൽ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൈമറി സിം കാണിക്കും. അതങ്ങ് സെലക്ട് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് LTE എന്ന് പറഞ്ഞ് വരും. ഇവിടെ LTE മാറ്റിയിട്ട് അതിൽ വീണ്ടും ടാപ്പ് ചെയ്യുക. വേരിയബിൾസ് ഓപ്ഷനിൽ പോയി ആസ്ക് ഈച്ച് ടൈം എന്നുള്ളത് ടാപ്പ് ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും കൺട്രോൾ സെൻറ്റർ ഓപ്പൺ ചെയ്യുക. അതിൽ ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് സിം സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് 5G ഓപ്ഷൻ അല്ലെങ്കിൽ LTE ഓപ്ഷൻ വരും. അതിലേക്ക് അങ്ങ് സ്വിച്ച് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പം തന്നെ 5G അല്ലെങ്കിൽ LTEയിലേക്ക് ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ അടുത്തൊരു പ്രോബ്ലമാണ്, നമ്മൾ മെയിലൊക്കെ അയക്കുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും കോപ്പി ചെയ്യുന്ന ഒരു കണ്ടൻറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളിത് ഇതുപോലൊരു കണ്ടൻറ്റ് കോപ്പി ചെയ്തെടുക്കുക. വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് കോപ്പി ചെയ്യുന്ന കണ്ടൻറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ മെയിൽ ആപ്പ്, അതിപ്പം ഏത് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, മെയിൽ ആപ്പ് ഓപ്പൺ ചെയ്തു, ഇതുപോലെ നമ്മളൊരു മെസ്സേജ് കമ്പൈൻ ചെയ്യുവാണ്, പേസ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഈസി ആയിട്ട് ഇത് ലഭിക്കുന്ന ആൾക്ക് മനസ്സിലാവും നമ്മളിത് കോപ്പി പേസ്റ്റ് ചെയ്ത ടെക്സ്റ്റാണ്, ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് അല്ല എന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം ആ ഒരു ഫോണ്ടിൻ്റെ സൈസ് അതുപോലെ തന്നെ എന്തെങ്കിലും ഹൈപ്പർ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ആയിട്ടുണ്ട്. സോ ഇതെങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാം? കാരണം ടൈപ്പ് ചെയ്ത രീതിയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ളൊരു സൊല്യൂഷൻ iOS 26 ഉണ്ടെന്നുണ്ട്. ആ കോപ്പി ചെയ്ത ടെക്സ്റ്റ് കംപ്ലീറ്റ്ലി നിങ്ങൾ സെലക്ട് ചെയ്യുക. ഏറ്റവും ടോപ്പിൽ കാണുന്ന ക്വിക്ക് ആക്ഷൻ മെനുവിൽ ഏറ്റവും താഴെ സൈഡിലുള്ള ആരോയിൽ ടാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പേസ്റ്റ് ആൻഡ് മാച്ച് സ്റ്റൈൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. അതിലങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കമ്പൈൻഡ് ആവും. നമ്മൾ ടൈപ്പ് ചെയ്ത പോലത്തെ ആ ഒരു സ്റ്റൈലിലേക്ക് നമ്മൾ കോപ്പി ചെയ്ത കണ്ടൻറ്റ് മാറുന്നതായിരിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് വിത്തൗട്ട് അതേഴ്സ് നോട്ടീസിങ് നമുക്ക് മെസ്സേജുകൾ, മെയിലുകൾ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ മിക്ക ഐഫോൺ യൂസേഴ്സും അറിയാതെ വരുത്തുന്നൊരു മിസ്റ്റേക്കാണ്, ഫോൺ പ്രത്യേകിച്ച് മീഡിയ കാര്യങ്ങളൊന്നും പ്ലേ ചെയ്യാത്ത സമയത്ത് നിങ്ങളുടെ ഈ ഒരു വോളിയം റോക്കേഴ്സ് ഉപയോഗിച്ച് പ്രസ് ചെയ്ത് നമ്മൾ പിടിക്കുമ്പം ഇത് കൺട്രോൾ ആകുന്നത് ആക്ച്വലി ഫോണിൻ്റെ റിങ്ങിൻ്റെ വോളിയമാണ്, റിങ്ങർ വോളിയമാണ് അഡ്ജസ്റ്റ് ആകുന്നത്. പക്ഷേ ആളുകൾ വിചാരിക്കുന്നത് ഫോണിൻ്റെ മീഡിയ വോളിയം ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതങ്ങ് കുറച്ചിട്ട് കഴിഞ്ഞാൽ കോള് വരുമ്പോൾ നമുക്കറിയത്തില്ല, കാരണം റിങ്ങർ വോളിയം അങ്ങ് ലോ ആയി കിടക്കും. അത് നമുക്ക് പ്രോപ്പറായിട്ട് പരിഹരിക്കാൻ പറ്റുന്നത് ജസ്റ്റ് ഒരു സെറ്റിങ്സ് മാറ്റിയാൽ മതി. സെറ്റിങ്സ് ഓപ്ഷനിൽ പോവുക, വീണ്ടും സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ ചേഞ്ച് വിത്ത് ബട്ടൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. എനേബിൾഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്, അത് നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. പിന്നെ നമ്മളുടെ വോളിയം റോക്കേഴ്സ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഫോണിൻ്റെ മീഡിയ വോളിയം ആയിരിക്കും, റിങ്ങർ വോളിയം അല്ല. റിങ്ങർ വോളിയം നിങ്ങൾക്ക് മാനുവലി ഇവിടുന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വോളിയം റോക്കേഴ്സ് പോലെ തന്നെ പ്രത്യേകിച്ച് iPhone 16 ആൻഡ് 17 സീരീസിൽ നമുക്കറിയാം സൈഡിൽ ആപ്പിൾ ഒരു ക്യാമറ കൺട്രോൾ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ക്യാമറ കൺട്രോൾ ബട്ടൺ സ്ഥിതി ചെയ്യുന്നത് നോർമലി അല്ലെങ്കിൽ യൂഷ്വലി നമ്മളുടെ കൈ അല്ലെങ്കിൽ ഫിംഗേഴ്സ് റെസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസിലാണ്. പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ പിടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നാച്ചുറലി നമ്മൾ ഫിംഗേഴ്സ് റെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്താണ് ഈ ക്യാമറ കൺട്രോൾ ബട്ടൺ വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ അറിയാതെയൊക്കെ നമ്മൾ ഒറ്റ പ്രസ്സിലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ക്യാമറ ഇങ്ങനെ ഓപ്പണായി വരും. ഇതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം? അത് വളരെ സിമ്പിളാണ്. അതിനുവേണ്ടി നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിൽ ക്യാമറ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. അതിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന ക്യാമറ കൺട്രോൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ സിംഗിൾ ക്ലിക്ക് എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ആയി കിടക്കുന്നെങ്കിൽ അത് ഡബിൾ ക്ലിക്കിലേക്ക് സെലക്ട് ചെയ്യുക. പിന്നെ ഒരൊറ്റ സിംഗിൾ ക്ലിക്കിൽ നമ്മുടെ ക്യാമറ ബട്ടൺ ഓപ്പൺ ആകത്തില്ല. നമ്മൾ ഡബിൾ പ്രസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ക്യാമറ ബട്ടൺ ഓപ്പൺ ആകത്തുള്ളൂ. സോ അങ്ങനെ നമുക്കത് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ ഫോട്ടോസ് ആപ്പിൽ നമ്മൾ ഫോൺ ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന ഒരു ഇമേജ് ആയിക്കോട്ടെ, ആ ഇമേജിലുള്ള ടെക്സ്റ്റുകൾ നമുക്ക് ഈസി ആയിട്ട് കോപ്പി ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ മതി. അതുപോലെ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റുകൾ, കാര്യങ്ങളെല്ലാം, കണ്ടന്റുകളെല്ലാം നമുക്ക് ഇതുപോലെ കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കും. ഈവൻ നമുക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഡേറ്റ്, വെബ്സൈറ്റുകൾ, ഫോൺ നമ്പർ, ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ് കലണ്ടർ ആപ്പിലേക്കോ അല്ലെങ്കിൽ നമ്മൾക്ക് വെബ്സൈറ്റിലേക്കോ പോകാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ബോട്ടം റൈറ്റ് കോർണറിൽ കാണുന്ന ആ ഒരു സ്കാൻ ഓപ്ഷൻ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തുള്ള ഇൻഫർമേഷൻസ് എല്ലാം ലഭിക്കുന്നതാണ്, ഇൻക്ലൂഡിങ് ഡേറ്റ്, ഞാൻ പറഞ്ഞ ടൈം ആൻഡ് ഫോൺ നമ്പർ. ഇനി ഇതിങ്ങനെ അല്ലാതെയും നമുക്ക് ആക്സസ് ചെയ്യാം. ജസ്റ്റ് ആ ഒരു ഫോൺ നമ്പർ ഉണ്ടല്ലോ, സൂം ഇൻ ചെയ്യുക. ജസ്റ്റ് ആ ഫോൺ നമ്പർ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇവിടുന്ന് നമുക്ക് കോൾ ചെയ്യാൻ വരെ സാധിക്കുന്നതാണ്. ഈ ഒരു ഫീച്ചറിൻ്റെ പേരാണ് ലൈവ് ടെക്സ്റ്റ്. ഇത് ഞാൻ സേവ് ചെയ്ത് വെച്ച ഒരു ഇമേജിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോയിൽ നിന്നും അതിലൊരു നമ്പരോ അല്ലെങ്കിൽ അഡ്രസ്സോ വെബ്സൈറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ ഫോണിൽ എനേബിൾഡ് അല്ല എന്നുണ്ടെങ്കിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ ജനറൽസ് ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ലാംഗ്വേജ് ആൻഡ് റീച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിലേറ്റവും താഴത്തേക്ക് പോയി ലൈവ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഫീച്ചർ ഇവിടുന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫീച്ചേഴ്സ് എല്ലാം വർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന മറ്റൊരു കൺഫ്യൂഷനാണ്, നമ്മളുടെ ആപ്പ് സ്റ്റോറിൽ
ലഭിക്കാത്ത ചില ആപ്ലിക്കേഷൻസ്, വിദേശത്തെ ആപ്പ് സ്റ്റോറിൽ മാത്രം ലഭിക്കുന്ന ചില ആപ്ലിക്കേഷൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രി റീജിയൻ ചേഞ്ച് ചെയ്യണം. അത് മിക്കപ്പോഴും ആളുകൾ ചേഞ്ച് ചെയ്യുന്ന റീജിയൻ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ സെറ്റിംഗ്സിൽ, ഫോണിൻ്റെ സെറ്റിംഗ്സിൽ വന്നിട്ട് ഇതുപോലെ ലാംഗ്വേജ് ആൻഡ് റീജിയൻ ഓപ്ഷനിൽ പോയിട്ട് ഈ റീജിയൻ അങ്ങ് ചേഞ്ച് ചെയ്യും. ഇത് ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മളുടെ ഫോണിലെ സെറ്റിംഗ്സ് മാത്രമേ ചേഞ്ച് ആകത്തുള്ളൂ. ആപ്പ് സ്റ്റോറിൻ്റെ റീജിയൻ ചേഞ്ച് ആകത്തില്ല. അത് രണ്ടും രണ്ട് സെറ്റിംഗ്സ് ആണ്. ഇത് ഫോണിൻ്റെ റീജിയൻ ചേഞ്ച് ചെയ്യാനുള്ള സെറ്റിംഗ്സ് ആണ്. ആപ്പ് സ്റ്റോറിൻ്റെ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിൻ്റെ സെറ്റിംഗ്സിനകത്ത് പോകണം. അതിനുവേണ്ടി ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിൽ ഏറ്റവും ടോപ്പിൽ റൈറ്റ് കോർണറിൽ കാണുന്ന നമ്മുടെ അക്കൗണ്ടിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഈ അക്കൗണ്ടിൽ വീണ്ടും നമ്മൾ ടാപ്പ് ചെയ്യുക. എന്നിട്ട് താഴത്തേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പം ഇവിടെ കാണുന്ന country/region എന്ന ഓപ്ഷനാണ് ആപ്പ് സ്റ്റോറിൻ്റെ റീജിയൻ. അത് ചേഞ്ച് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് മറ്റ് രാജ്യങ്ങളിലുള്ള ആപ്ലിക്കേഷൻസ് ഐഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇത് മിക്കപ്പോഴും ആളുകൾക്കുണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്. അതുപോലെ നമ്മുടെ ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ നമ്മൾ നിരവധി ഡിസൈനിലും അറേഞ്ച്മെൻറ്റിലും ഒക്കെ പല ആപ്ലിക്കേഷൻസും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെ വൃത്തികേടാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാഡ്ജസ് ആണ്. അതായത് നമ്മൾ ഈ ആപ്ലിക്കേഷൻ്റെ സൈഡിൽ കാണുന്ന 22 അല്ലെങ്കിൽ 37 ഒക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ ബാഡ്ജസ് ആണ്. ഇത് മിക്കപ്പോഴും ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട്, കുറേ നേരം കണ്ടു കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവും. സോ ഈ ബാഡ്ജസ് നമുക്ക് രണ്ട് രീതിയിൽ പെട്ടെന്ന് ഒഴിവാക്കാം. നിങ്ങൾക്ക് വളരെ ക്വിക്ക് ആൻഡ് ഫാസ്റ്റായിട്ട് ഈ ഒരു ബാഡ്ജസ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഫോക്കസ് മോഡിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെഡ്യൂസ് ഇൻട്രപ്ഷൻ എന്ന് പറഞ്ഞ ഫോക്കസ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആ ഒരു ബാഡ്ജസ് ഡിസേബിൾ ആവുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു സെറ്റിങ്സിലേക്ക് പോവുക. ഇതിൽ നിങ്ങൾക്ക് വേണ്ട ഏത് ആപ്ലിക്കേഷനാണോ, ഇവിടെ നമുക്ക് മെയിൽ ആപ്ലിക്കേഷൻ കാണാം. ആ മെയിൽ ആപ്ലിക്കേഷൻ്റെ മൊത്തത്തിലുള്ള ബാഡ്ജിങ് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴത്തേക്ക് നമ്മൾ മെയിലൊന്ന് സെർച്ച് ചെയ്യുക. മെയിലിൻ്റെ നോട്ടിഫിക്കേഷൻ ഓപ്ഷനിൽ പോയിട്ട് ബാഡ്ജസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതങ്ങ് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മെയിലിൻ്റെ ആ ബാഡ്ജ് അങ്ങനെ പെർമനൻ്റ്ലി ഓഫ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ തന്നെ ആപ്ലിക്കേഷൻസിൻ്റെ എല്ലാത്തിൻ്റെയും ബാഡ്ജിങ് നിങ്ങൾക്ക് പെർമനൻ്റ്ലി ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. എക്സെപ്റ്റ് നമ്മുടെ സെറ്റിങ്സിൽ വരുന്ന ബാഡ്ജിങ് നമുക്ക് ഡിസേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആപ്പിൾ നിലവിൽ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ക്യാമറ ആപ്ലിക്കേഷനിൽ മാക്രോ മോഡ് എന്ന് പറഞ്ഞ ഫീച്ചറുണ്ട്. നമ്മൾ എന്തെങ്കിലും സബ്ജക്റ്റിലേക്ക് ക്ലോസറായിട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാക്രോ മോഡിലേക്ക് സ്വിച്ച് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ഇമേജിന് ക്വാളിറ്റി ഭയങ്കര കുറവായിരിക്കും. കാരണം ഇതൊക്കെ 12 മെഗാപിക്സൽ എടുക്കുന്ന ഇമേജസ് ആണ്. മിക്കവാറും ആളുകൾ മാക്രോ മോഡിലേക്ക് സ്വിച്ച് ആവുന്നത് അറിയത്ത് പോലും ഇല്ലായിരിക്കും. അതിൻ്റെ കാരണം ഇതിൽ ഒരു ഡെഡിക്കേറ്റഡ് ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനൊരു പരിഹാരമുണ്ട്. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക, ക്യാമറ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെ മാക്രോ കൺട്രോളിന് ഒരു ഡെഡിക്കേറ്റഡ് ടാബുണ്ട്. അതങ്ങ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു സബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുമ്പം ഇവിടെ മാക്രോ കൺട്രോളിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഓപ്പൺ ആയി വരും. അത് നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിസേബിൾ ആവും. ഇപ്പോൾ നമ്മളുടെ മെയിൻ ക്യാമറയിൽ തന്നെയാണ്. അത് നിങ്ങൾ എനേബിൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ മാനുവലി ഇത് മാക്രോ മോഡിലേക്ക് പോകത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ മെയിൻ ലെൻസിൽ തന്നെ അല്ലെങ്കിൽ മെയിൻ സെൻസറിൽ തന്നെ കംപ്ലീറ്റ് സെൻസർ റീഡ് ഔട്ടിൽ നമുക്ക് ഇമേജസ് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ഉള്ള ആപ്പ് റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ തന്നെ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you guys next one. Until then, peace.